അതിഥികളൊക്കെ പോയോ രമേ? ശാരദ ചോദിച്ചു. രാവിലെ പോയി. ആരാ ചേച്ചി അത്? ശാരി ചിരിച്ചും കൊണ്ട് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിയാ. പേരെന്താ? ശാന്ത. ദീപു പറഞ്ഞ അതേ മറുപടികൾ. ശാരദയും ശാരിയും കണ്ണിൽ നോക്കി. എന്താ മോനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോടും ചോദിച്ചത്? മോൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ചിരിച്ചുകൊണ്ടാണ് രമ ചോദിച്ചതെങ്കിലും ശാരദയും ശാരിയും വിളറിപ്പോയി. ഏയ് ചുമ്മാ ചോദിച്ചതാ രമേച്ചി. ശാരി രമയുടെ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രമ പോയി കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലമ്മായി. ഇതിലെന്തോ ഒളിച്ചുകളിയുണ്ട്. നിനക്കെന്താ മോളെ? അവർ എന്തെങ്കിലും ചെയ്യട്ടെ. പറ്റില്ല. അമ്മായി എന്നെ ഒന്ന് സഹായിക്കണം. പേരും സ്ഥലവും വയ്ക്കാതെ പവേട്ടനൊരു കത്തയക്കണം. ഈ മീനാക്ഷിപുരത്തുനിന്ന് പോസ്റ്റ് ചെയ്യാനും പാടില്ല. ടൗണിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. ഞാൻ എഴുതിയാൽ ശരിയാവില്ല. എൻ്റെ കൈയക്ഷരം പവേട്ടൻ തിരിച്ചറിയും. അമ്മായി എഴുതണം. എന്തെഴുതണമെന്ന് ഞാൻ പറഞ്ഞു തരും. ശാരദ ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അടുത്ത ഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.